നല്ല മഴക്കാറൊക്കെയുള്ള സൺഡേ വൈകുന്നേരം എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൂവി ഇട്ട് കാണാൻ ഇതിനെക്കാട്ടും നല്ലൊരു ആംബിയൻസ് വേറെ കിട്ടൂല എന്ന് മനസ്സിലായത്. ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട് മലയാളം മൂവീസിൻ്റെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുകളിൽ തന്നെ കാണും വെട്ടം. അത് നിങ്ങളിൽ പലർക്കും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം എന്തെങ്കിലുമൊക്കെ വിഷമമൊക്കെ വെച്ച് ഈ മൂവി കാണുമ്പം കിട്ടുന്ന കംഫർട്ടുമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റൂല. എന്തായാലും സിനിമ ഒക്കെ കാണിയിരുന്നില്ലേ, അതിൻ്റെ കൂടെ കുറച്ച് വരവ് കൂടെ ആവാം. 2004 ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഫ്ലോപ്പാണെന്ന് ഞാൻ ഏതോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലാണ് ആദ്യമായിട്ട് കണ്ടത്. സത്യം പറഞ്ഞാൽ ഞാനതിപ്പോൾ വിശ്വസിച്ചില്ല. കാരണം ഈ സിനിമ ഫ്ലോപ്പാവുമോ? പക്ഷേ ഗൂഗിൾ ചെയ്തപ്പോഴാണ് മനസ്സിലായത് സംഭവം സത്യം. പക്ഷെ എന്നാലും ആ സമയത്ത് ആളുകൾക്ക് ഇത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. പക്ഷെ അങ്ങനെ തിയേറ്ററിൽ ഫ്ലോപ്പും പിന്നെ ഇറങ്ങിയപ്പം ആൾക്കാർക്ക് ഭയങ്കര ഫേവറേറ്റുമായ എത്രയോ സിനിമകൾ നമ്മൾ മോളിവുഡിലുണ്ട്. അതിലൊന്നാണ് വെട്ടോ എന്ന് വിചാരിച്ച് നമുക്കങ്ങ് ആശ്വസിക്കാം. പിന്നെ ഞാൻ കേട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് 1995 ഇറങ്ങിയ ഫ്രഞ്ച് കിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിമിൻ്റെ ഇൻസ്പിറേഷനായിട്ടാണ് പ്രിയൻ സർ ഈ ഫിലിം എടുത്തത് എന്നുള്ളത്. എന്തായാലും കുറേ പോസ്റ്റിൻ്റെയും കമൻറ്റിൻ്റെയും താഴെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയൻ സർ ഭയങ്കര കോപ്പിയടി വീരനാണ്, എല്ലാ ഫിലിമും കോപ്പിയടിയാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കോപ്പിയടിയും ഇൻസ്പിറേഷനും രണ്ടും രണ്ടാണ്. ഹോളിവുഡിലൊരു സിനിമ അതേപോലെ മലയാളത്തിലേക്ക് എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്കൊക്കെ അത് ഇഷ്ടപ്പെടുന്നുള്ളത്? മലയാളി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്താൽ മാത്രമേ അത് നമ്മളിടയിൽ വർക്കാവും. ഇത്രയും കാലങ്ങൾക്ക് ശേഷവും വെട്ടത്തിന് ഇത്രയും ആൾക്കാർ ഫാൻസ് ആയിട്ടുണ്ടെങ്കിൽ അത് പ്രിയദർശൻ എന്ന് പറയുന്ന ലെജൻഡറി ഫിലിം മേക്കറിൻ്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണെന്നേ ഞാൻ പറയും. പിന്നെ ഈ സിനിമയിലെ പാട്ടുകളുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. മഴത്തുള്ളികൾ പൊഴിഞ്ഞൊരുമയാണെങ്കിലും ഐ ലവ് യു ഡിസംബർ ആണെങ്കിലും ഒരു കാതിലോലയാണെങ്കിലും എപ്പോഴെടുത്ത് വെച്ച് കേട്ടാലും ഒരു 20 വർഷം കഴിഞ്ഞാലും അതേ ഫ്രഷ്നെസ് നിലനിർത്തുന്ന കുറച്ച് പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. പിന്നെ നമ്മുടെ മോളിവുഡിന് മാത്രം അഹങ്കരിക്കാൻ പറ്റുന്ന കുറച്ച് ലെജൻഡറി ആക്ടേഴ്സ്. ഈ സ്ക്രീനിൽ കാണുന്നവരിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അവരൊക്കെ ഇനി ഒരിക്കലും നമുക്ക് ഒരുമിച്ച് സ്ക്രീനിൽ പുതിയതായിട്ട് കാണാനും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് വെട്ടം എനിക്ക് എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത്.